ഇന്നലെ ഞങ്ങളുടെ ഉണ്ണിമോളുടെ ബർത്ത്ഡേ ആയിരുന്നേ. രാത്രി 12 മണിക്ക് തന്നെ ഞാനും കണ്ണനും കൂടി ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഉണ്ണിമോള് രാവിലെ ആണ്ട്ടോ എല്ലാം കാണിച്ചത്. അവളുടെ ഉറക്കം വെറുതെ എന്തിനാ കളയുന്നതെന്ന് വെച്ചു. അപ്പൊ എണീറ്റ് വന്നപ്പോ കണ്ട കാഴ്ച, എൻ്റെ അമ്മേ, എൻ്റെ ഉണ്ണിമോളുണ്ടല്ലോ സ്വർഗത്തിലായിരുന്നു. പിന്നെ വേഗം പോയിട്ട് കുളിച്ച് കോടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോണം. ബർത്ത്ഡേ ആയിട്ട് അതെന്തായാലും ഒരു സ്പെഷ്യൽ അല്ലേ. അപ്പൊ അതൊക്കെ ചെയ്തു. പിന്നെ ദേ സ്കൂളിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഈ ആഗ്രഹവുമായിട്ട് ഇന്ദുചൂടൻ എത്തിയതോ നമ്മുടെ സ്വന്തം വിംബീസില്. അവിടെ നിന്നൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് വിടാൻ കേട്ടോ. അപ്പൊ ദേ അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ചകളോ, ആദ്യം തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജൂലിയ വന്നിട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു കേട്ടോ. പിന്നെ ദേ ചറ പറ ബർത്ത്ഡേ വിഷസ് ആയിരുന്നു. ഉണ്ണിമോളുടെ ഒരു സന്തോഷം കൊണ്ടുണ്ടല്ലോ, അവള് നിലത്തൊന്നും ആയിരുന്നില്ല. പിന്നെ ക്ലാസ്സിൽ ചെന്നപ്പോഴും ഫുൾ വിഷസ്. ടീച്ചറിന്റെ അടുത്ത് ഞാൻ കൊണ്ട് കേക്കൊക്കെ കൊടുത്തിട്ടോ. ടീച്ചറിന്റെ ഈ ഒരു ഉമ്മയും കൂടി കിട്ടിയപ്പോ ഉണ്ടല്ലോ മനസ്സങ്ങട് നിറഞ്ഞു. പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. ചേച്ചിയാണ് കേട്ടോ കേക്കൊക്കെ വാങ്ങിച്ചു തന്നെ. അപ്പൊ ഒരു അടിപൊളി നട്ടി ബബിൾ കേക്ക് എൻ്റെ രണ്ട് മക്കളും കൂടി മുറിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ആദ്യം തന്നെ ഉണ്ണി എടുത്ത് നിച്ചുവിന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിച്ചു ഉണ്ണിക്കും കൊടുക്കുന്നുണ്ട്. ഇത്തവണ ഇവർ കുറച്ചും കൂടി അറിവായതുകൊണ്ട് വലിയ വാശിയൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുക്കണമല്ലോ. ആദ്യം തന്നെ ഞാൻ പോയിട്ട് ഉണ്ണിമോക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഉണ്ണിമോൾ എനിക്ക് തന്നു. ഇതൊക്കെ തന്നെയല്ലേ നമ്മളുടെ ഒരു സന്തോഷം. കേക്ക് കട്ട് ചെയ്യുക, എല്ലാവരും കഴിക്കുക, പിന്നെ കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ട് എല്ലാവരും കഴിക്കുക. അതുപോലെ എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ എല്ലാ ബർത്ത്ഡേയും എല്ലാവരുടെയും ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇതുപോലെ കൂടാം. പിന്നെ എന്താണ്, പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഇതുമാതിരിയുള്ള ഗിഫ്റ്റുകള്, സർപ്രൈസുകള്, ആഘോഷങ്ങള്, അതൊക്കെ ഇവരുടെ മനസ്സിൽ ഭയങ്കര മെമ്മറീസ് ആയിരിക്കും. നമ്മുടെ മെമ്മറീസിലില്ലേ, എൻ്റെ മെമ്മറീസിലുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒത്തിരി ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മറക്കാനാവാത്ത ഓർമ്മകളായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറേ മെമ്മറീസ് ഒക്കെ കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എവിടെയാണെങ്കിലും എൻ്റെ മക്കളുടെ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നാണ്. അളിയനും കൂടി ഇതൊക്കെ നോക്കി സന്തോഷിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ സമ്മാനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പൊ അൺബോക്സിങ് പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാലത്ത് തൊട്ട് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടും ഇത്രയും നേരം ഇത് അൺബോക്സ് ചെയ്യാതിരുന്ന ഇവരുടെ ക്ഷമ സമ്മതിക്കണ്ടേ. അപ്പൊ ഓരോരോ സംഭവങ്ങളായിട്ട് നിച്ചു ഉണ്ണിയൊക്കെ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചിമാരുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പറ്റാവുന്ന പോലെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കുറേയൊക്കെ ഇവിടെ ആവശ്യപ്പെട്ടിരുന്ന സാധനങ്ങളൊക്കെയാണ്. എനിക്ക് ഇതുപോലത്തെ പാവ വേണം, എനിക്ക് ഇതുപോലത്തെ ഗിഫ്റ്റ് വേണം, അങ്ങനെയൊക്കെ ഓരോന്ന്. ഒരു കീ ചെയിനൊക്കെയാണ് എടുക്കുന്നത്. ഇതൊക്കെ ഭയങ്കര പറഞ്ഞ് ആഗ്രഹിച്ച് മേടിച്ചതാണ്. പിന്നെ നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോൾ എന്തോ നമ്മുടെ മനസ്സിനിണങ്ങിയ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഹാപ്പി, അവള് ഹാപ്പി. അപ്പൊ എന്തായാലും ഓർമ്മയെ സൂക്ഷിക്കാനായിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേയും കൂടി അങ്ങോട്ട് കടന്നുപോയി. എൻ്റെ മോൾക്ക് 9 വയസ്സായി. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. പെട്ടെന്ന് പെട്ടെന്ന് വർഷങ്ങൾ പോണ പോലെ ഇതും അടുത്തൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.